ഹലോ എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണു എന്നൊക്കെ കരുതുന്നു. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നിർത്തിയിരിക്കുന്ന രംഗം എന്ന് പറയുന്നത് നമ്മുടെ അനിക്ക് നമ്മുടെ സി എയുടെ സച്ചിദാനന്ദൻ്റെ ഒരു അടി കിട്ടുകയും അനി സങ്കടത്തോടുകൂടെ ഇറങ്ങി പോവാണ്. എന്നിട്ട് നമ്മുടെ നന്ദു വിളിക്കുകയാണ് അനി. അപ്പോൾ അനി പറയുന്നുണ്ട്, നിൻ്റെ മുമ്പിൽ വെച്ച് അടിച്ചിട്ട് നീ ഒരു വാക്ക് പോലും മിണ്ടിയില്ല, നീ പറഞ്ഞു കൊടുത്തിട്ടാണോ സി എ എന്നെ തല്ലിയെന്നൊക്കെ അനി ചോദിക്കുകയാണ്. അനി ചെന്ന ഒരു അമ്പലനടയിൽ ആൽത്തറയിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നന്ദു വിളിക്കുന്നത്. അപ്പോൾ നന്ദു തീർത്ത് പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണ് നീ ഈ പറയുന്നത്? നിൻ്റെ മുഖത്ത് ആരെങ്കിലും കൈവച്ച് ദേഹത്ത് ആരെങ്കിലും കൈവച്ച് എനിക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നീ കണ്ടില്ലേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മുടെ നന്ദു അനിയോട് പറയാണ്. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട് നിർത്തിയത്. എന്നിട്ട് അനി ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രൊമോയിൽ വരുന്നത് നമ്മുടെ അനിയുടെ രണ്ട് കൂട്ടുകാരിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ കോള് വരികയാണ്. അപ്പോൾ ഫോൺ എടുക്കുകയാണ്. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ആണല്ലോ അവർ. എൻ്റെ കോൾ എടുത്തിട്ട് പറയണ, ഹലോ SI സാറ് എന്താണാവോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്നെ സാറൊന്നും വിളിക്കണ്ട, സ്റ്റേഷനിൽ വല്ലതും വരുമ്പോൾ ആരുടെയെങ്കിലും മുമ്പിൽ വെച്ചാണെങ്കിൽ മാത്രം നീ എന്നെ സാറെന്നൊക്കെ വിളിച്ചാൽ മതി, അല്ലാത്തപ്പോൾ എടി പൊടി എന്നൊക്കെ വിളിച്ചാൽ മതി. എന്നാൽ നീ പറയടി എന്താ വിളിച്ചതെന്നിങ്ങനെ നമ്മുടെ നന്ദുവിനോട് അവൻ ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അനി ഇപ്പോൾ അങ്ങോട്ട് വരും, അഥവാ വരികയാണെങ്കിൽ തന്നെയും അവന് മദ്യമൊന്നും കൊടുക്കരുത് നിങ്ങളുടെ അടുത്ത് വന്നാൽ. അപ്പോൾ അവൻ പറയും, അനി ഞങ്ങൾ അങ്ങനെ ഒരു മദ്യപാനികളൊന്നും അല്ല നിങ്ങൾ മദ്യപാനികളല്ല, എനിക്കറിയാം, വല്ലപ്പോഴും ഒന്ന് കൂടുമെന്നേ ഉള്ളൂ, ആ കൂടൽ നല്ലതിനല്ല എന്ന് നന്ദു പറയും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ശരി, ഇന്നിപ്പോൾ അനി അവിടെ വന്നാൽ മദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുതെന്ന് തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, നീ അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നന്ദു ഫോണ് വെക്കാണ്. അത് കഴിഞ്ഞിട്ട് അവർ ഫോൺ വെച്ച പാടെ തന്നെ ഒരു കോളിംഗ് ബെല്ല് അടിക്കണം. അപ്പോൾ അതിലൊരാൾ പോയി നോക്കുകയാണ്, അനിയുടെ ഫ്രണ്ട് നോക്കുകയാണ്. അപ്പോൾ അതേ അനിയാണ്. അപ്പോൾ മുഖത്തൊരു വല്ലാത്ത പടി. ഇത് എന്തു പറ്റിയടാ നന്ദു, നീ സ്റ്റേഷനിൽ പോയിരുന്നോ? നന്ദു നിന്നെ തല്ലിയോ? അപ്പോൾ പറയുന്നു, നന്ദു അല്ല തല്ലിയത്, ആ CA എന്നെ തല്ലിയെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവന്മാർക്ക് രണ്ടുപേർക്കും ദേഷ്യം വരിക. അവൻ എന്തായാലും ഇങ്ങനെ വിട്ടാൽ പറ്റില്ലടാ, ഒരു ഇരുട്ടടി കൊടുക്കണം. നന്ദുവിൻ്റെ മുമ്പിൽ വെച്ചാടാ എന്നെ അടിച്ചത്, അതാ എനിക്ക് ഏറ്റവും സങ്കടം. എവള് പറഞ്ഞിട്ടാണോ എന്തോ അയാൾ അടിച്ചതെന്ന് മറ്റും അനി പറയുന്നുണ്ട്. ഒരിക്കലും ഇല്ല, നന്ദു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എടാ നീ അവളുടെ അവസ്ഥ മനസ്സിലാക്കണം, അവളുടെ സീനിയർ ഉദ്യോഗസ്ഥനാണ്, SIയുടെ മേളിലല്ലേ CA, അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതാ പറ്റിപ്പോയത്, നീ എന്തായാലും സമാധാനപ്പെടുക. എന്നിട്ട് അനി പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഇന്ന് 2 പെഗ് അടിക്കണം, അല്ലാണ്ട് പറ്റില്ല. അപ്പോൾ തന്നെ അവന്മാർ രണ്ടുപേരും കൂടെ പറയും, ഞങ്ങൾ കൂടി നിർത്തി. ഓഹോ, ആയിക്കോട്ടെ, എന്നാൽ ശരി. ഒരു സഹായത്തിന് ഒരു വിഷമം വരുമ്പോൾ സ്വന്തം സ്നേഹിക്കുന്ന പെണ്ണും ഉണ്ടാവില്ല, കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കുന്നവരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് അനി അവിടെ നിന്ന് ഇറങ്ങിപ്പോണം. എടാ പോവല്ലേ എന്ന് അവർ പിന്നാലെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ CI വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ CIയുടെ അമ്മാവൻ വന്ന് ഇറങ്ങുകയാണ്. മരുമോനെ നീ എന്താണ്, നിന്നെ ഇപ്പോൾ വീട്ടിലോട്ട് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നില്ലല്ലോടാന്ന് പറഞ്ഞ് അമ്മാവൻ കുറേ പരാതി പറയാണ്. അവിടെ ഒരു പെണ്ണ് നിന്നെയും കാത്തിരിക്കുകയാണ്. എൻ്റെ കല്യാണ കാര്യമൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം ഇങ്ങനെ വെച്ച് നീട്ടുന്നത് എന്തിനാണ്, എൻ്റെ പ്രായമൊക്കെ കൂടി വരെയില്ലേ അമ്മാവ, അവളെ പോലെ ഒരു കുട്ടിക്ക് എന്നെ പോലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണം. എൻ്റെ കുടുംബത്തെ ഇപ്പം നീ വലിയ ആളൊന്നും ആയിട്ടല്ല, എന്നാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എൻ്റെ മോളുടെ ഭർത്താവായിട്ട് എൻ്റെ കുടുംബത്തിൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇന്ന് നീ CI ആണെങ്കിൽ നാളെ നീ DYSP മറ്റുമൊക്കെ ആവുമല്ലോ. അപ്പോൾ അതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മാവൻ. എന്നിട്ട് അമ്മാവൻ പറയുന്നുണ്ട്, നിൻ്റെ കീഴ് ജീവനക്കാരി ഒരുത്തിയുണ്ടല്ലോ, ആ SI നന്ദു, അവളെ നീ ഒന്ന് ശ്രദ്ധിച്ചോണം. അവൾ അത്ര നല്ല ഇതൊന്നും അല്ല. കാര്യം എൻ്റെ കൂട്ടുകാരൻ വേണുവിൻ്റെ മോള് ഈ നന്ദുവിൻ്റെ ഒരു കാമുകനുണ്ട് അനി, അവനാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ CA പറയുന്നുണ്ട്, അവൻ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഞാൻ ഇന്നലെ ഒരെണ്ണം കൊടുത്തതേ ഉള്ളൂ അവനിട്ട്. ഓഹോ, അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായോ? മോനെ നീ വിചാരിക്കും പോലെയല്ല, എൻ്റെ കൂട്ടുകാരൻ്റെ മോള് ബന്ധം വേർപിടാൻ കാര്യം തന്നെ ഈ അനിയും ഈ പോലീസുകാരി നന്ദുവും തമ്മിലുള്ള ബന്ധം ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയൊന്നുമില്ല, നന്ദു അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. ആര് പറയണു? അവൻ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്ന കാര്യമൊക്കെ എനിക്കറിയാമെന്ന് നമ്മുടെ അമ്മാവൻ
നമ്മുടെ സി ഐയോട് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും നീ അവനൊന്ന് താക്കീത് ചെയ്തോ. കാര്യം എന്ന് വെച്ചാൽ വേണുവിന് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ കൂട്ടുകാരനാണ് വേണു, അവൻ്റെ മോക്ക് ഈ ഗതി വരുത്തിയത് ആ ചെറുക്കനാണ്. അപ്പോൾ നീ ഒന്ന് താക്കീത് ചെയ്തു എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നീ മറന്നു പോണ്ട, വീട്ടിലേക്ക് വന്നേക്കണം കേട്ടോ, താമസിയാതെ തന്നെയെന്ന് അവൻ പറയുന്നുണ്ട്. ശരി അമ്മാവൻ, ഞാൻ വന്നേക്കാമെന്ന് നമ്മുടെ സി ഐ സച്ചിദാനന്ദൻ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മാവൻ പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമ്മുടെ നമ്മുടെ സി ഐ ചിന്തിക്കുകയാണ്, നന്ദു അനിയും തമ്മിൽ അമ്മാവൻ പറഞ്ഞത് കണക്ക് ഇനി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നന്ദു അങ്ങനെ ആരുടെ മുന്നിൽ കീഴ്വഴങ്ങുന്ന ആളല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് സി ഐ പോവാണ്. എന്നിട്ട് നന്ദു അനിയെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അനി ഫോണൊന്നും എടുക്കുന്നില്ല. നന്ദുവിന് ആകെ വിഷമമാണ്. കാരണം വെച്ചാൽ അനിക്കും വിഷമമായി. കാരണം നന്ദുവിൻ്റെ മുമ്പിൽ വെച്ച് തല്ല് കിട്ടി. ഇനി എങ്ങനെ വീട്ടിൽ പോകും? വീട്ടിൽ ചെന്നാൽ മുത്തശ്ശനും അമ്മായിയും അമ്മയൊക്കെ കണ്ടാൽ ഞാൻ എന്ത് മറുപടി പറയും? ഏട്ടത്തിമാരൊക്കെ കാണില്ല. അങ്ങനെയൊക്കെയുള്ളൊരു ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നമ്മുടെ അനി. ആ സമയത്താണ് നമ്മുടെ നന്ദുവിൻ്റെ സ്റ്റേഷനിൽ നമ്മുടെ സക്രിയ പോലീസുകാരൻ വരുന്നത്. വന്നിട്ട് പറയുന്നുണ്ട്, മാഡം ഒരു ഫയല് തരാൻ വേണ്ടി വന്നത്. എന്നിട്ട് അയാൾക്ക് എന്തെങ്കിലും ഇങ്ങനെ കുഴിത്തിരിപ്പ് ഉണ്ടാക്കണമല്ലോ. എന്നിട്ട് സക്രിയ ചോദിക്കുകയാണ്, മാഡത്തിൻ്റെ മുഖത്തൊരു വിഷമം ഉണ്ടല്ലോ, മാഡത്തിൻ്റെ അനിയെ തല്ലിയിട്ടാണോ നമ്മുടെ സി എ സാറ്? താൻ മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും ഇടപെടണ്ട, എൻ്റെ മുഖത്തെ വിഷമം മാറ്റാൻ തനിക്ക് പറ്റില്ലല്ലോ എന്ന് നന്ദു ഷൗട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയണേ. അല്ല മേഡം, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അനന്തപുരി തറവാട്ടിലൊരു പയ്യനെ കൈവച്ചത് അത്ര ശരിയായ കാര്യമൊന്നും അല്ല എന്നിങ്ങനെ അയാൾ സക്രിയ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനായിട്ട് ഇരിക്കുകയാണ്, താനൊന്ന് ഇവിടുന്ന് പോയി തരാമോ? ഓക്കെ മേഡം, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങി ഡോർ അടയ്ക്കുകയാണ്. എന്നിട്ട് പറയണം, കണ്ടില്ലേ, കാമുകൻ അടി കിട്ടിയത് സഹിക്കാൻ പറ്റുന്നില്ല മാഡത്തിന്, അതിൻ്റെ ദേഷ്യമാണ് ഈ കാണിക്കുന്നത്. എന്നിട്ട് നേരെ ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സച്ചിദാനന്ദൻ്റെ അടുത്ത് പോവാണ്. എന്നിട്ട് പോയിട്ട് പറയണം, മാഡത്തിന് വലിയ ദേഷ്യമാണ് സാറ് ആ അനീനെ തല്ലിയിട്ട്. എടോ താനൊരു കാര്യം ചെയ്യും, സച്ചി പറയാണ്, താനൊരു കാര്യം ചെയ്യും, അവളുടെ മുമ്പിൽ എപ്പോഴും എന്നെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് അയാളെ പറയുന്നുണ്ട്, സാറേ പുകഴ്ത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ, മാഡം വന്നതിൽ പിന്നെ ഞങ്ങളുടെ പോക്കറ്റൊക്കെ കാലിയാണ്. അപ്പോൾ നമ്മുടെ സി എ പറയുന്നുണ്ട്, എടോ താൻ എൻ്റെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ തൻ്റെ പോക്കറ്റൊക്കെ ഞാൻ വീർപ്പിച്ച് തരാടോ, താൻ എൻ്റെ ഒപ്പം ഒന്ന് നിൽക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം, നന്ദു എൻ്റെ മാത്രം ആവണം എന്നിങ്ങനെ സച്ചിദാനന്ദൻ പറയാണ്. അപ്പോൾ നമ്മുടെ സക്കറിയ ചുമ്മാ അല്ല ഇയാളുടെ പൂതി, മനസ്സിലിങ്ങനെ ചിന്തിക്കണം, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ്, ആയിക്കോട്ടെ ഇപ്പോൾ തന്നെ നടക്കും എന്നുള്ള ഭാവത്തിൽ അയാൾ ഒരു ആക്കിയ ചിരി മനസ്സുകൊണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സി എ പറയാണ്, എന്തായാലും വേണ്ടില്ല, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാലും നമുക്ക് എങ്ങനെ നന്ദുവിനെ വീഴ്ത്തണം. പക്ഷേ ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡൊന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന് ആലോചിക്കാടോ സക്കറിയ. എന്താണ് സാർ? അല്ല, ഈ നന്ദുവിൻ്റെ മുമ്പിൽ അനിയയുടെ കൂടെയുള്ള ദേഷ്യം കാണിച്ച് ചിലപ്പോൾ നന്ദുവിന് എന്നോട് ദേഷ്യമായിരിക്കും വരുന്നത്. കുറച്ച് മാറ്റി പിടിച്ചാൽ നന്ദുവിൻ്റെ ഇമ്പ്രഷനും ആ ഒരു സ്നേഹവും എനിക്ക് ചിലപ്പോൾ കിട്ടത്തുള്ളൂ എന്ന് അയാൾ പറയുന്നുണ്ട്. അത് ശരിയാണ് സാർ, സക്കറിയ പറയുന്നുണ്ട്. കുറച്ച് മാഡത്തിനും കൂടെ ഒരു ഇത് തോന്നുന്ന രീതിയിലാണ് സാറ് ഇടപെടുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാഡത്തിന് ഒരു അനുകമ്പയും സ്നേഹവും ഒക്കെ സാറിനോട് വന്നുകൂടായികയൊന്നുമില്ല എന്ന് സക്കറിയ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അനന്തപുരി തറവാടാണ് കാണിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി ഇറത്തിരിക്കുകയാണ്, ഉമ്മറത്തിരിക്കുന്നുണ്ട് പത്രം വായിച്ചുകൊണ്ട്. അപ്പോൾ ദേവയാനി എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും എങ്ങോട്ടാണ്? ഞങ്ങളൊന്ന് അമ്പലം വരെ പോയിട്ട് വരാം മോളെ, അനിയുടെയൊക്കെ മനസ്സും മൊത്തത്തിൽ നമുക്കാകെ ഒരു ഇതാണല്ലോ, പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ അനി വരെയാണ്. അനി ബൈക്ക് വെച്ചിട്ട് ഹെൽമെറ്റ് ഊരിയിട്ട്, അയ്യോ മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പം തന്നെ എൻ്റെ ഈ മുഖം കണ്ടാൽ അവർ തിരിച്ചറിയല്ലോ, എങ്ങനെയെങ്കിലും ഒരു നാക്കിന് പോകാം എന്ന് പറഞ്ഞ് അനി അകത്തോട്ട് കയറാൻ വേണ്ടി വരികയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കും, നീ എവിടെ പോയത്? ഞാൻ പുറത്തു പോയിട്ട് വരുന്ന മുത്തശ്ശ. നീ എന്തിനെ മുഖം പൊത്തി പിടിച്ചിരിക്കുന്നത്? എന്തോ ഒരു കള്ളലക്ഷണം പോലെ, നീ കൈമാറ്റിക്കുകയെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, എന്താടാ മുഖത്ത് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കാണ് ആരോ തല്ലിയതിൻ്റെ പാട്. ഇതെന്താ നിൻ്റെ മുഖത്ത് തല്ലിയത്? നീ പോയി അടിയുണ്ടാക്കിയതാണോ അതോ ആരെങ്കിലും നിന്നെ തല്ലിയതാണോ എന്ന് മുത്തശ്ശൻ ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. അല്ല മുത്തശ്ശ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിരുന്നു. നന്ദു നിന്നെ തല്ലിയോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഇതെന്തോ പണി അവൻ ഒപ്പിച്ചിട്ടാണ് അച്ഛാ. അപ്പോൾ പറയുന്നുണ്ട്, നന്ദു അല്ല തല്ലിയത്, ആ സി ഐ. അപ്പോൾ ദേവയാനി അപ്പോൾ തന്നെ പറയുന്നുണ്ട്, സി ഐ ആണെങ്കിൽ അനിയുടെ പുറകെ നന്ദുവിൻ്റെ പുറകെ നീ
വീണ്ടും നടക്കുന്നത് കണ്ടിട്ട് അയാൾ തന്നതാണോ, അത് എന്തെങ്കിലും പ്രശ്നം നീ ഉണ്ടാക്കിയോ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നതിന്? ഞാൻ നന്ദുവിനെ കാണാൻ പോയി എന്നുള്ളതിനെ, പക്ഷേ ആവശ്യമില്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കി അയാൾ എന്നെ തല്ലി. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അനന്തപുരി തറവാട്ടിലെ പയ്യനെ കൈവയ്ക്കാൻ മാത്രം അവനായോ? എങ്കിൽ ഇത് എനിക്കൊന്ന് അറിയണമല്ലോ, നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ. ശരി. എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എടോ നമുക്ക് എന്തായാലും അമ്പലത്തിൽ പോക്കൊന്ന് മാറ്റി വയ്ക്കാം, ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോകട്ടെ എന്ന് പറഞ്ഞ് മുത്തശ്ശൻ രൂക്ഷത്തോടു കൂടി ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും ദേവയാനിയും മുത്തശ്ശിയും കൂടെ അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് മോനെ നീ ഉണ്ടാക്കുന്നത്? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി മുത്തശ്ശൻ പോയി അവിടെ ചെന്ന് സ്റ്റേഷനിൽ എന്തൊക്കെയാണാവോ പറയാൻ പോകുന്നത്, ആകെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. അനി പറയുന്നുണ്ട്, ഞാനായിട്ടൊരു പ്രശ്നത്തിന് പോകുന്നതല്ല മുത്തശ്ശി, മോനെ നീ ഒന്ന്, മുത്തശ്ശിയും ദേവേനെ അനീനെ ഉപദേശിക്കുകയാണ്, നീ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യും മോനെ, ഇത്രയും പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അനി സങ്കടത്തോടെ പറയുന്നുണ്ട്, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് മുത്തശ്ശി, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ വേദന ആരും തിരിച്ചറിയുന്നുമില്ല. എന്നിട്ട് നിറഞ്ഞ കണ്ണുകളോട് സങ്കടപ്പെട്ടുകൊണ്ട് അനി അകത്തേട്ട് കയറി പോവാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, കാര്യം നന്ദുവിന് വന്ന ആലോചനയാണ്, CA സമ്മതിച്ചു, പക്ഷേ അണ്ണീനെ തല്ലേണ്ട കാര്യമൊന്നും അയാൾക്കില്ല, എന്തായാലും അച്ഛൻ പോയി 4 വർത്തമാനം പറയട്ടമ്മേ എന്ന് തന്നെ നമ്മുടെ ദേവയാനി അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ സച്ചിദാനന്ദന് ഒരു കോള് വരെയാണ്, SP വിളിക്കുകയാണ്, എടോ താൻ ഇങ്ങനെ ഇന്നതുപോലെ അനന്തപുരി തറവാട്ടിലെ പയ്യനെ തല്ലിയോ, താൻ ഇപ്പോൾ തന്നെ പോയി മൂർത്തി സാറിൻ്റെ അടുത്തും ആ പയ്യനോട് മാപ്പ് പറയണം. ശരി സാർ, ഞാൻ ഇപ്പോൾ തന്നെ പോകാം സാർ എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ ആകെ നിന്നങ്ങ് ഉരുക കേട്ടോ. എന്നിട്ട് കോള് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സക്രിയ കയറി വരികയാണ്, എടോ ആകെ പണിയായി, ആ SP ഇപ്പം വിളിച്ചിരുന്നു, നമ്മുടെ മൂർത്തി അനന്തപുരിയിൽ ആ അനീനെ തല്ലിയതിന് മൂർത്തി സാറിൻ്റെ അടുത്തും അനീൻ്റെ അടുത്തും പോയി ഞാൻ മാപ്പ് പറയണമെന്ന്. അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി പറയണോ സാർ? അപ്പോൾ പിന്നെ ഈ സ്റ്റേഷനിൽ കിടന്ന് വിളയാടും. ഇവിടെ പോയില്ലെങ്കിലാണ് പ്രശ്നം, എന്നെ ഇവിടെ നിന്ന് ചിലപ്പോൾ ട്രാൻസ്ഫർ ചെയ്യും, ഈ സമയത്ത് ഞാൻ പോയാൽ നന്ദുവായിട്ടുള്ള ആ ബന്ധം അങ്ങ് പോവും, അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിദാനന്ദൻ സക്രിയയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവിടെ നമ്മൾ അനീരെ ഒരു അനുകമ്പ നേടാൻ പറ്റിയ ഒരു അവസരമാണ്. കാര്യം നമുക്ക് SP വിളിച്ച് ഞാൻ പോണു എന്നുള്ളത് വേണ്ട, നന്ദു അറിയേണ്ടത് ഞാൻ സ്വമേധയാ അടിച്ചത് ഒരു കുറ്റബോധം തോന്നിയതുകൊണ്ട് നമ്മുടെ അനന്തപുരിയിൽ ചെന്ന് ഞാൻ നമ്മുടെ മൂർത്തി സാറിനോടും അതുപോലെ നമ്മുടെ അനീനോട് മാപ്പ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നന്ദുവിന് എന്നിലൊരു ഇമ്പ്രഷൻ ഉണ്ടാവും. അപ്പോൾ സക്കറയെ തൊളുത്തി കൊടുക്കുന്നുണ്ട്, അത് ശരിയാ സാർ, മേഡത്തിന് ആകെ ഒരു ഇമ്പ്രഷൻ ഉണ്ടാവും, അത് നല്ല കാര്യമാണ്. സക്കറിയ വലിയ ഇഷ്ടത്തോടു കൂടെ പറയുന്നതല്ല, ഓരോ ആരെയാണോ കാണുന്നത് അവരെ ഒന്ന് മൂട്ടി കൊടുക്കുക, അത് തന്നെ അയാളുടെ ക്യാരക്ടർ. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് താൻ ഇങ്ങനെ അവതരിപ്പിച്ചോണം നമ്മുടെ നന്ദുവിൻ്റെ മുമ്പിലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പം തന്നെ പോവാം, അനന്തപുരി തറവാട്ടിൽ പോയി പറയാമെന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്. ആ സമയം തന്നെ നമ്മുടെ സ്റ്റേഷനിൽ നമ്മുടെ മൂർത്തി സാറ് കാറിൽ വന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ അവരെ കണ്ടിട്ട് നമ്മുടെ സച്ചിദാനന്ദനും സക്രിയയൊക്കെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്തായാലും ഒരു താണ്ഡവ നൃത്തം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ സച്ചിദാനന്ദൻ അത് കണക്കാക്കി നിൽക്കുകയാണ് മാപ്പ് പറയാൻ വേണ്ടി. അതോടുകൂടി വൈൻഡപ്പ് ആവുകയാണ്. ഇന്നത്തെ നമ്മുടെ പത്രമാറ്റ് പ്രൊമോ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ഒരു പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.